ജയറാമേട്ടൻ്റെ സ്റ്റൈലിംഗ് മേക്ക് ഓവർ ചെയ്യുമ്പോൾ എനിക്കെപ്പോഴും ഒരു ചാലഞ്ചിങ് എന്ന് തന്നെ പറയാം. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഹെയർ കുറച്ച് തിക്നെസ് കുറച്ച് കുറവായ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, മനോജ് നമുക്ക് ഇന്നേതായാലും ലുക്കിലൊന്ന് മാറ്റി പിടിക്കണം. അപ്പം ഞാനാണ് കൂടുതലും പുള്ളീൻ്റെ, ബിക്കോസ് പുള്ളിക്ക് റൗണ്ട് ഫേസ് ആണ് എൻ്റെ ഇതുപോലെ തന്നെ. സോ ഈ റൗണ്ട് ഫേസിനെ നമ്മൾ എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം, ഹെയർ നല്ല തിക്നെസ് ഉള്ളതുപോലെ കൊണ്ടുവരണം, ഷാർപ്പൻ ജോ ലൈൻ കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പല പല ഐഡിയകളും പറയും. ജയറാമേട്ടാ നമുക്ക് ഇതുപോലെ ചെയ്യാം, സൈഡ് നമുക്ക് ഷാർപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യാം. അപ്പം അദ്ദേഹം ഈ വൈറ്റ് ഹെയറിലൊക്കെ കാണുന്നതിൽ കുറച്ച് വേണ്ടാന്നുള്ള രീതിയിൽ ബ്ലാക്ക് ഹെയറിന്റെ മതി മനോജ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഒരു തെലുങ്കിലെ ആലയ വൈകുണ്ഠപുരം എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ്റെ ഒരു പടം. ആ ലുക്ക് ഭയങ്കര ഹിറ്റായി. പിന്നെ അന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുള്ളി ലൊക്കേഷൻ കഴിഞ്ഞ് അടുത്ത ഞങ്ങളെപ്പോഴും ഒരു മൂവി ഫിക്സ് ചെയ്യുന്നത്, ഒരു മൂവിയുടെ മേക്ക് ഓവർ എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിംഗ് പോസ്റ്റർ ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ പോസ്റ്ററിൽ നമ്മൾ കാണുന്നില്ല ഒരു ലുക്ക്, അതാണ് ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലുക്ക് എന്നാണ് അതിന്റെ പേര്. ആ ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആ മൂവി തീരുന്നവരെ ഞങ്ങൾ ഓരോ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ അത് തിരിച്ചു വരും ഞങ്ങളെടുത്ത്, പിന്നെ തിരിച്ചു ആ സ്റ്റൈൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. അങ്ങനെയാണിത്. അപ്പോൾ ജയറാമേട്ട ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, എൻ്റെ അടുത്ത് അല്ലു അർജുൻ ഇതുപോലെ ചോദിച്ചു, സാറേ ഞാനാണോ ഹീറോ അല്ല നിങ്ങളാണോ ഈ പടത്തിൽ ഹീറോ എന്നുള്ളത് ചോദിച്ചു എന്ന് വെച്ചു. അത് ചിരിച്ചോണ്ട് പറയായിരുന്നു. അപ്പൊ ഞാൻ എന്താ സാറേ, ഇല്ല എൻ്റെ ലുക്ക് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര പിന്നെ അസൂയടാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാരെ നിങ്ങൾക്ക് ചെയ്ത് ഇങ്ങനത്തെ ലുക്കൊക്കെ എന്നു. അപ്പൊ പുള്ളി പറഞ്ഞില്ല, ഒരാളുണ്ട് ഫേമസ് സ്റ്റൈലിസ്റ്റ് ആണ്, നിന്നെ പറ്റി ഭയങ്കര കയറ്റി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അല്ലു അർജുൻ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. പക്ഷെ എന്നെ അദ്ദേഹം വിളിച്ചു, സാർ ഞാനിങ്ങനെ സ്റ്റൈല് കണ്ടു ജയറാം സാറിന്റെ, ഇറ്റ് വാസ് അമേസിങ് ആൻഡ് ഹി ലുക്സ് വെരി റിച്ച്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിന് അദ്ദേഹം ആ ഒരു ഫാമിലിയിലെ ഒരു റിച്ച് ഫാദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാനാണ് പറഞ്ഞത്, അത് ഇനി കളർ ഇടണ്ട, സോൾട്ട് ആൻഡ് പെപ്പർ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. സോ ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ വൈറ്റ് ഹെയർ ഉണ്ടാവും, ഫ്രണ്ടിലും കുറച്ചൊരു ബ്ലാക്ക് ടച്ച് ചെയ്യും, പിന്നെ ബിയേഡ് ഒരു ഷാർപ്പൻ ബിയേഡും കൊടുത്തു. സോ അത് ചെയ്തപ്പോൾ അത് ഭയങ്കര പോപ്പുലറായി. എനിക്ക് തോന്നുന്നു ആലയ വൈകുണ്ഠപുരം എല്ലാവരും അല്ലു അർജുന്റെ പടങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നതാണ് മലയാളീസ്. എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ ആർക്കും അറിയില്ല ഞാനാണ് ആ സ്റ്റൈൽ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഞാനാണ് അതിന്റെ പിന്നിൽ നിന്ന് എനിക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ജയറാമേട്ടന് അതിന് ശേഷമുള്ള എല്ലാ പിന്നെ പടങ്ങളും ഇതുപോലെ കഥ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരിക്കും, നീ എന്ത് വേണം ചെയ്തടാ, ഇതാണ് കഥ, ഞാൻ നിന്നെ വിട്ടു വന്നിരിക്കുന്നു പറയും. സോ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രീഡം എനിക്ക് ജയറാമേട്ടൻ കിട്ടിയിരുന്നു. പിന്നെ ദിലീപേട്ടനാണെങ്കിൽ ഇതുപോലെ ഓരോ കഥാപാത്രത്തിനനുസരിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ വന്ന് പറയും. പിന്നെ പുള്ളി ഭയങ്കര ക്വയറ്റാണ്, ഐഡിയാസ് ഒന്നും പറയില്ലെങ്കിലും പുള്ളി ക്വയറ്റായിട്ടിരിക്കും. പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, സോ എനിക്ക് ഇങ്ങനെ വേണം.